ഇവിടെ ഉണ്ടല്ലോ. ആ അളയാ ഞങ്ങൾ റെഡിയാണേ. റെഡിയാണോ? ഓ ഈ ആവേശം അവസാനം വരെയും കാണണം. ആദ്യം മുതൽ അവസാനം വരെ ഈ ആവേശം ഉണ്ടാവുന്നതാണ്. ഓ ഇത്ര ആവേശം വേണ്ട, ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. നമുക്കാദ്യം മധുവിന്റെ കടയിൽ നിന്ന് തുടങ്ങാം. ആ അതാ മധു മെമ്പർഷിപ്പ് എടുക്കില്ല, അവൻ മറ്റേ പാർട്ടിയുടെ ആളാ. അതല്ലേ നമുക്ക് മധുവിന്റെ കടയിൽ ചായ കുടിച്ച് തുടങ്ങാം. ഒന്ന് നിർത്തടാ. എന്തെങ്കിലും ഒരു കാര്യം തന്നെ രാവിലെ തൊട്ട് ചായ ചായ ചായ. നിന്നെ നേരത്തെ അല്ലടാ ഞാൻ ചായ വാങ്ങിച്ചു തന്നത്. നടരാജ, നിനക്ക് ചായയല്ലേ വേണ്ടു? ചായയോ കടിയോ എന്ത് വേണേലും മേടിച്ചു തരാം. ആദ്യം നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കട്ടെ. അത് വിജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് കാപ്പിയോ ബിരിയാണി എന്ത് വേണം മേടിച്ചു തരാം കേട്ടാ. നല്ല തന്തും തടിയില്ലടാ നിനക്ക്. പല ജോലിയും ചെയ്ത് നമ്മൾ ജനസേവത്തിലാണ് പോണത്. വിശപ്പോടെ പോവാൻ എനിക്ക് നല്ല വിശക്കുന്നു. നിനക്ക് അത്ര വിശപ്പാ? നല്ല വിശപ്പാണ്. ഈ ഒരു കാര്യം അവിടെ കുറച്ച് പുല്ല് കുറച്ച് തിന്നു. പിന്നെ അല്ലാതെ പിന്നെ ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം കളിയാ? എന്ത് കാര്യം? എൻ്റെ അൻസാറെ ആ ബായിമാരെ തപ്പണ കാര്യം പറഞ്ഞത് എന്തായി? 10 ബംഗാളി പണിയെടുക്കുന്ന ഒരു പ്ലൈവുഡ് കമ്പനിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആ അത് കൊള്ളാം, നന്നായി മിടുക്കാം. നീയോ? എന്റെ അളി അതിന്റെ ഒന്നും കാര്യമില്ല. രാവിലെ നമ്മൾ മധുവണ്ണന്റെ കടയിലോട്ട് ചെന്നാലുണ്ടല്ലേ 30 അല്ല ഒരു 300 ബംഗാളി അവിടെ കിട്ടും. അവന്മാർ രാവിലെ അവിടെ അല്ലേ സബ്ജിയും മറ്റേ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വരുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ പ്ലൈവുഡ് കമ്പനി വേറെ കാര്യമുണ്ട്. എങ്ങനെയായാലും നമുക്ക് മാക്സിമം ബംഗാളികളെ നമ്മളെ പാർട്ടിയിലോട്ട് ചേർക്കണം. അതിന് അവരെ കാണുമ്പോൾ തന്നെ അവരെ എന്ത് ചെയ്യണം? അവരുടെ ആധാർ കാർഡ് വാങ്ങിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവരെ ഒരു ഫോട്ടോ എടുത്ത് വിടണം. എൻ്റെ ആളിയ ഇതിൻ്റെ ആവശ്യമുണ്ടോ അളിയാ? നമ്മുടെ പാർട്ടിയിൽ ആളില്ല എന്ന് വരുത്തിട്ട് നമ്മൾ ഈ ബംഗാളികളൊക്കെ പിടിച്ച് പാർട്ടി കയറ്റിട്ട് നാണക്കേടാണ് അളിയാ അത്. എൻ്റെ അൻസാറെ, നീ ഇത് എന്തോന്ന് പറയണത്? പിന്നെ ആളാണ്. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ കുടുംബത്തിൽ നിന്ന് പോയിട്ട് നിന്റെ മാമനെയും കൊച്ചാപ്പായും അളിയനെയും മച്ചമ്പി എല്ലാം വിളിച്ചോണ്ട് പോവാ പാർട്ടിയിൽ ചേർക്കാൻ. പിന്നെ അല്ലാതെ അങ്ങോട്ട് ചെല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. നമ്മൾ തന്നെ രാവിലെ ഇറങ്ങുന്നതിന് അവിടെ ചീത്ത വിളിയാണ്. പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നത് വീട്ടിൽ ഉത്തരവാദിത്വം. ബംഗാളി ആൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് എവിടെ ഉള്ളതെന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളെ പാർട്ടിക്ക് ആൾ വേണം. പാർട്ടിയിൽ അണികളുണ്ടെങ്കിലേ പാർട്ടി ഉള്ളൂ. പാർട്ടി ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ തെണ്ടിത്തിരിയും. ആ കാര്യം ഓർമ്മിച്ചാൽ വേണോ കളിയാ? ആലോചിക്കളിയാ. ഇവന്റെ കുടുംബം ആരും വേണ്ട. എന്റെ കുടുംബത്തിൽ മുത്തുലക്ഷ്മി വരും. മുത്തുലക്ഷ്മി കോടാളിയാ ഒരു ഡബിൾ പാസ്. മുത്തുലക്ഷ്മി. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഇവന്മാർ ഈ താല്പര്യം ഇല്ല എന്ന് പറയുന്ന ബംഗാളികളുടെ അടുത്ത് അവർക്കൊരു ഓഫർ കൊടുക്കണം. അപ്പോൾ കൂടെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അവരോട് പറഞ്ഞു 1 കിലോ ഗോതമ്പ് മാവും 1 കിലോ ഉരുളക്കിഴങ്ങ് നമ്മൾ അവന്മാർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി, അവർ വന്നോളും. എൻ്റെ അളിയാ 1 കിലോ ഉരുളക്കിഴങ്ങ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവന്മാർ വരുത്തൊന്നുമില്ല. അവന്മാർക്ക് പൈസ കൊടുക്കണം കളിയാ. അതിനുള്ള ഏർപ്പാട് പൈസ ഒന്നും കൊടുക്കണ്ട. പിന്നെ അതെനിക്കറിയാം. നീ ഇപ്പം അത് വേണ്ട. എൻ്റെ അളിയ പണ്ടത്തെ കാലമല്ല, ഇപ്പം ബംഗാളിക്കൊക്കെ 700-800 രൂപ കൂലിയുണ്ട്. ഇടേ അത് അവിടെ ഇരുന്നോട്ട് അവർ പാർട്ടിയുടെ ബലം അവരൊക്കെ മനസ്സിലാക്കി കൊടുക്കണം. അത് ഇത് നമ്മളത് ക്രമേണ നമ്മളെ ചേർന്ന് കഴിയുമ്പോൾ നോക്കാം. ഇപ്പോൾ ബംഗാളി നമുക്ക് പോയി അമ്മരെ പിടിക്കാം. അത് ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ ഇതാ വരുന്നത് ദുശകനം. എന്താണ് നേതാവ് അണികൾ മാറ്റ്? ഞങ്ങൾ ആളെ പിടിക്കാൻ പോയാ. ആളെ പിടിക്കാനാ? ഇവിടെ തുമ്പെ പിടിക്കാൻ പോണു, പട്ടിയെ പിടിക്കാൻ പോണെന്ന് കേട്ടിട്ട് ആളെ പിടിക്കാൻ പോണെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ പൊന്ന് പോലീസേമാനെ, ഞങ്ങൾ തുമ്പിയെ പിടിക്കുക, ആളെ പിടിക്കുക, ആനയെ പിടിക്കുക, എന്തെങ്കിലും ചെയ്തോട്ടെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അല്ല, ആളെ പിടിക്കണേ പ്രശ്നമാണ്. ഞാനൊരു പോലീസുകാരാണ്. തട്ടിക്കൊണ്ടു പോകണ ശ്രമമാണെങ്കിൽ പ്രശ്നമാണത്. കനാൻ സാറേ, ഇതേ പാർട്ടി കാര്യമാണ്. അങ്ങ് കൂടുതൽ അങ്ങ് തലയിട്ടാലേ തലേ തൊപ്പി കാണുമല്ലോ. സാറേ, ആകെ 7-3-12 പേരല്ല നിങ്ങളുടെ പാർട്ടിക്കാർ. എന്തുണ്ടാക്കാനടാ എൻ്റെ തൊപ്പിയാ? ഇങ്ങ് വാ. ഞങ്ങള് പാർട്ടിക്ക് വേണ്ടി ആളെ പിടിപ്പിക്കാൻ പോവുകയാണ്. പാർട്ടിക്ക് വേണ്ടി ആളെ പിടിപ്പിക്കാൻ പോവുകയാണ്. ഓ അങ്ങനെ. എടാ നാണം ഉണ്ടാടാ. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുത്. എടാ, നമ്മുടെ പാർട്ടിയിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ മികവ് കൊണ്ട് ആളുകൾ തേടി വരണം. അല്ല, അവരെ പോയി പിടിക്കല്ലേ വേണ്ടത്. പോലീസുകാരാ, ഒരുപാടങ്ങ് മേളിൽ പോരുത്. ഇപ്പം ഞങ്ങൾക്ക് തൊപ്പി തെറിപ്പിക്കാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ വൈകാതെ അടപടലം നിങ്ങളെ കസേര ഞങ്ങൾ തെറിപ്പിക്കും. ഡയലോഗ് മാത്രമല്ല, പ്രവൃത്തിയുണ്ട് വീണ്ടും കേട്ടാ. അത് വഴിയെ കാണിച്ചു തരാം. അല്ലെ, വേറെ കാര്യം, നിങ്ങളുടെ ഈ പാർട്ടി ചേരുന്നതിന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ? ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ കക്കൂസിന്റെ മറ്റേ ഡോർ ഇട്ട് കൊടുക്കുക. ഓഫർ തന്നാൽ നീ പാർട്ടി ചേരുവോ? ഓഫർ തന്നാൽ നീ പാർട്ടി ചേരുവോ? എന്നൊരു കാര്യം ചെയ്യും, എൻ്റെ ആധാർ ഒരു ഫോട്ടോ എന്താ, അപ്പോൾ മെമ്പർഷിപ്പ് തരാൻ പാർട്ടിയിൽ. വേണ്ടല്ലേ, ഞാൻ ജോലി ചോദിച്ചോളേ. ആണോ? ഞാൻ ജോലി ചോദിച്ചോളാം. എന്നാൽ പിന്നെ ഞങ്ങളെ ജോലി എടുപ്പിച്ച് ജീവിച്ചോളാം. സാറ് ചെല്ല്, എൻ്റെ തള്ളും കേട്ടോണ്ടെങ്കിൽ നിങ്ങൾ വാടേ. വേണമെങ്കിൽ ഇറങ്ങിടാ, എടുത്തു കൊറ. അൻസാറേ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ആ മധുവിൻ്റെ ചായക്കട അവിടെ പോയിട്ട് ആ ഭായിമാരെ കാണും. ഞാൻ ഒന്ന് പഞ്ചായത്ത് വരെ പോയിട്ട് നേരെ അങ്ങ് വരാം. ചെറിയൊരു ആവശ്യമുണ്ട്.